നമ്മളവരെ ട്രാപ്പ് ചെയ്തു. പക്ഷേ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് ഒരാളെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയുള്ളൂ, പക്ഷേ മറ്റാൾ രക്ഷപ്പെട്ടു പോയിട്ട്. പക്ഷേ നമ്മൾ ഇയാളെ പിടിച്ച കാരണം ഇനി അവർ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഗ്യാങ്ങായിട്ടാണ് ഇറങ്ങാറ്. അപ്പോൾ നമ്മൾ അവരെ പിടിച്ച കാരണം ഇറങ്ങില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആ ഒരാളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല എവിടെയെങ്കിലും കണ്ട് വല്ല മുഖപരിചയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കണ്ട് പരിചയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും കൂടി ആളിൽ നിന്ന് പറഞ്ഞു തരണ്ട. നമ്മൾ അവരെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. നമ്മൾക്ക് ഇനി കുറച്ച് മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അടുക്കളയിലാണെങ്കിൽ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പാത്രങ്ങൾ തിന്നാൻ എന്തിനാണ്, അല്ലെങ്കിൽ പാത്രങ്ങളായിട്ട് ഒരിക്കൽ കഴിക്കാൻ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരാണോ ഇനി അവർ വന്നിരിക്കണേന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഏത് വഴിക്ക് കടക്കണേന്നും ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. അപ്പോൾ ഇനി ആ ഒരു സ്ഥലം നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. അവരെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവരെ കണ്ടിട്ട് വന്ന് കിടക്കണ അപ്പോൾ ഇവന്മാർ രണ്ടാളുണ്ടായിരുന്നു. ഒരാളെ മാത്രമാണ് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അതും ഇവനെ ഞങ്ങൾ സാഹസികമായിട്ടാണ് പിടിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇതിനെ കൊല്ലാനാണ് പരിപാടി. അപ്പം അങ്ങനെ ഞങ്ങൾ കൊല്ലൊന്നുമില്ല. ഈ മൃഗസ്നേഹിയായിട്ടുള്ള എൻ്റെ കെട്ടിയാൻ പറയും ഇവർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇറ്റിങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊരു പറമ്പുണ്ട്. ഒന്നെങ്കിൽ ആ പറമ്പിൽ തുറന്നു വിടും, അല്ലാന്നുണ്ടെങ്കിൽ ചേട്ടൻ പണിക്ക് പോണ വഴി ഏതെങ്കിലും വല്ല കാടോ മേടോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തുറന്നു വിടൂട്ടാ. അവരവിടെ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഉണ്ടാക്കിയിട്ട് അവരവിടെ ജീവിച്ച് പൊക്കോളുന്നാണ് ചേട്ടൻ പറയണേട്ടാ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അത്രയുള്ളൂ. ടാറ്റാ.